നമ്മൾ ഒരാളെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴുമൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവരുടെ മുഖമായിരിക്കും. അതുപോലെ മറ്റുള്ളവരും നമ്മുടെ മുഖം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളിൽ പലർക്കും തന്നെ അവരുടെ മുഖം കാണാൻ അത്ര ഭംഗിയില്ല, അട്രാക്റ്റീവ് ഇല്ല എന്നൊക്കെ തോന്നാറുണ്ട്. മുഖം കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാൻ എന്ത് ചെയ്യണം എന്ന് പലപ്പോഴും ആലോചിക്കാറുമുണ്ട്. നമ്മുടെ മുഖത്തിൻ്റെ ആകൃതി, സ്ട്രക്ചർ, കണ്ണ്, മൂക്ക് എന്നിങ്ങനെയുള്ളതെല്ലാം ഒരു പരിധിവരെ ജനറ്റിക്സിനെ ആശ്രയിച്ചിരിക്കും. നമ്മുടെ അച്ഛനമ്മമാരുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിനു മുമ്പുള്ള തലമുറകളുടെ ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കും. പക്ഷേ ഇതൊഴിച്ചു നിർത്തിയാൽ നിങ്ങളുടെ മുഖം കൂടുതൽ ഭംഗിയുള്ളതും ആകർഷണം തോന്നുന്നതുമാക്കി മാറ്റാനായി പുരുഷന്മാർക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരുപാട് അറിവുകൾ ഉൾക്കൊള്ളുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് ഇത് അവസാനം വരെ ശ്രദ്ധിച്ചു കാണുക. നമ്പർ 1, ഗുഡ് സ്കിൻ കെയർ റൂട്ടീൻ. നിങ്ങളുടെ മുഖത്തെ ചർമ്മം വരണ്ടതും തെളിച്ചമില്ലാത്തതുമാണെങ്കിൽ നിങ്ങളുടെ ഫേസ് എപ്പോഴും ഡള്ളായി തോന്നും. മുഖക്കുരു, കറുത്ത പാടുകൾ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുഖത്തിന്റെ ഭംഗി കുറയ്ക്കും. നിങ്ങളുടെ ചർമ്മം ശരിയാക്കിയാൽ തന്നെ മുഖത്തിന്റെ അട്രാക്റ്റീവ്നെസ് വർദ്ധിക്കും. നാച്ചുറലായി ഗ്ലോ കിട്ടാനും മുഖക്കുരു പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും നല്ല ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യണം. ഇതിനായി ആദ്യം തന്നെ നിങ്ങളുടെ മുഖം നല്ലൊരു ഫേസ് വാഷ് കൊണ്ട് കഴുകുക. പിന്നെ സ്കിൻ ടോൺ ഫിക്സ് ചെയ്യാൻ ടോണർ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞ് ചർമ്മം വരണ്ടിരിക്കാതെ ഇരിക്കാനായി നല്ല മോയ്സ്ചർ അപ്ലൈ ചെയ്യുക. ഈ റൂട്ടീൻ ദിവസവും 2 നേരം കാലത്തും വൈകിട്ടും ഫോളോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്ത് വരുന്ന മാറ്റം കാണാൻ കഴിയും. ഇതുകൂടാതെ നിങ്ങൾ വെയിലത്ത് പുറത്തു പോകുന്നതിന് അരമണിക്കൂർ മുമ്പ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അങ്ങനെ സൂര്യന്റെ അൾട്രാ വയലറ്റ് കിരണങ്ങളിൽ നിന്നും നിങ്ങളുടെ ചർമ്മം സംരക്ഷിക്കാൻ കഴിയും. നമ്പർ 2, ഡാർക്ക് ആൻഡ് വെൽ സെറ്റ് ഐബ്രോസ്. നമ്മൾ കാണുന്ന മോഡലിംഗ് ചെയ്യുന്ന പുരുഷന്മാർക്കെല്ലാം തന്നെ നല്ല കറുത്ത കട്ടിയുള്ള വെൽ സെറ്റായ പുരികം ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള പുരികം നിങ്ങളുടെ മുഖത്തിന്റെ ഭംഗി കൂട്ടാൻ സഹായിക്കും. നിങ്ങളുടെ ഐബ്രോ ഷേപ്പ് ശരിയല്ലെങ്കിൽ നിങ്ങൾക്കത് ത്രെഡ് ചെയ്തുകൊണ്ട് കറക്റ്റ് ചെയ്യാൻ കഴിയും. കൂട്ടുപിരികമുള്ളവർക്ക് അത് ത്രെഡ് ചെയ്ത് റിമൂവ് ചെയ്യാം. പിന്നെ പിരികത്തിന്റെ മേൽഭാഗം മാത്രം വേണം ത്രെഡിങ് ചെയ്യിക്കാൻ. ഇനി ഐബ്രോ തിക്നെസ് കൂട്ടാനായി വെളിച്ചെണ്ണയിൽ വൈറ്റമിൻ ഇ ജെൽ ചേർത്ത് രാത്രി ഉറങ്ങാൻ നേരത്ത് അപ്ലൈ ചെയ്താൽ മതി. ഇങ്ങനെ ദിവസേന ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കട്ടിയുള്ള ഭംഗിയുള്ള ഐബ്രോസ് ലഭിക്കും. പിന്നെ പെട്ടെന്ന് തന്നെ ഐബ്രോസ് തിക്നെസ് കൂട്ടാനായി നിങ്ങൾക്ക് ഐബ്രോ പെൻസിൽ ഉപയോഗിക്കാവുന്നതാണ്. നമ്പർ 3, ഹെയർ സ്റ്റൈൽ ആൻഡ് ഹെയർ കട്ട്. നിങ്ങളുടെ മുഖത്തിന്റെ ഭംഗി ഒരു പരിധിവരെ നിങ്ങളുടെ ഹെയർ സ്റ്റൈലിനെ ആശ്രയിച്ചിരിക്കും. നിങ്ങളുടെ മുഖത്തിന് ചേരുന്ന രീതിയിൽ മുടി സ്റ്റൈൽ ചെയ്താൽ നിങ്ങളുടെ ഫേസ് സ്ട്രക്ചർ എൻഹാൻസ് ചെയ്യപ്പെടും. നിങ്ങൾക്ക് പറ്റിയ ഹെയർ സ്റ്റൈൽ നിങ്ങളുടെ മുഖത്തിന്റെ ആകൃതിക്ക് അനുസരിച്ച് തിരഞ്ഞെടുക്കാൻ കഴിയും. ഇനി നല്ലൊരു ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. ഇതിനായി മാസത്തിൽ 2 തവണയെങ്കിലും ഹെയർ കട്ട് ചെയ്യണം. കൂടാതെ നാച്ചുറലായ ഒരു ഹെയർ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യണം. എങ്കിലേ നിങ്ങളുടെ മുടിയുടെ ആരോഗ്യവും ഭംഗിയും ഒരുപോലെ നിലനിർത്താൻ കഴിയുകയുള്ളൂ. നമ്പർ 4, ബിയർഡ് ആൻഡ് ജോ ലൈൻ. നിങ്ങളുടെ ജോ ലൈൻ ഷേപ്പ് അഥവാ താടി ഭാഗം നല്ല ഷാർപ്പായതാണെങ്കിൽ അത് നിങ്ങളുടെ മുഖത്തിന്റെ സ്ട്രക്ചർ എടുത്തു കാണിക്കും. ചില ആളുകൾക്ക് സ്വാഭാവികമായി തന്നെ ഇത്തരത്തിലുള്ള ജോ ലൈൻ ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ ജോ ലൈൻ ഇത്തരത്തിലുള്ളതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ശരിയാക്കിക്കൊണ്ട് മുഖത്തിന്റെ ഭംഗി കൂട്ടാൻ കഴിയും. നിങ്ങളുടെ മുഖം തടിച്ച് വട്ടത്തിലുള്ളതാണെങ്കിൽ ദിവസവും കാർഡിയോ വർക്കൗട്ട് ചെയ്തുകൊണ്ട് ഈ എക്സ്ട്രാ ഫേസ് ഫാറ്റ് മാറ്റി നിങ്ങളുടെ ജോ ലൈൻ ഷേപ്പ് ആക്കാം. കൂടാതെ നിങ്ങൾക്ക് മേവിംഗ് ടെക്നിക്കും ട്രൈ ചെയ്ത് നോക്കാം. ഇതിനായി നാക്ക് നിങ്ങളുടെ വായയുടെ മുകളിൽ എത്തുന്ന തരത്തിൽ പിറകിലേക്ക് വളച്ചു പിടിക്കുക. ഇത് ദിവസവും ചെയ്താൽ നിങ്ങളുടെ ജോ ലൈൻ കൂടുതൽ മെച്ചപ്പെടും. ഇനി നിങ്ങളുടെ മുഖത്ത് നല്ലപോലെ താടി വളർന്നു വരുമെങ്കിൽ ഈ താടി നല്ലപോലെ ഷേപ്പ് ചെയ്ത് ജോ ലൈൻ അട്രാക്റ്റീവ് ആക്കാൻ കഴിയും. മുഖത്തിന്റെ മേൽഭാഗത്തും കഴുത്തിന് താഴെയുമുള്ള രോമം റേസർ കൊണ്ട് റിമൂവ് ചെയ്ത് നിങ്ങളുടെ ജോ ലൈൻ അട്രാക്റ്റീവ് ആക്കുന്ന തരത്തിൽ താടി സെറ്റ് ചെയ്യാൻ കഴിയും. ഇതിനായി നല്ലൊരു ട്രിമ്മർ ഉപയോഗിക്കുക. നമ്പർ 5, ഹെൽത്തി ലിപ്സ് ആൻഡ് ടീത്ത്. നിങ്ങളുടെ മുഖം ഭംഗിയുള്ളതായി തോന്നാൻ നല്ല ഒരു ചിരി അത്യാവശ്യമാണ്. അതിനായി നിങ്ങളുടെ ചുണ്ടും പല്ലും ഹെൽത്തിയായി വെക്കണം. നിങ്ങളുടെ ചുണ്ട് കറുത്തു വരികയോ വരണ്ട് പൊട്ടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയാക്കാൻ ശ്രമിക്കണം. ഇതിനായി ആദ്യം ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന 4 കാര്യങ്ങളും പരമാവധി ഒഴിവാക്കുക എന്നതാണ്. പിന്നെ ചുണ്ടിൽ 1 സ്പൂൺ വെളിച്ചെണ്ണയിൽ 1 സ്പൂൺ തേനും പഞ്ചസാരയും ചേർത്ത് ഇളക്കിയ ശേഷം ഒരു ബ്രഷ് കൊണ്ട് പതിയെ തേച്ച് പിടിപ്പിക്കുക. പിന്നെ ചെറുതായി മസാജും ചെയ്യുക. പക്ഷേ ഇത് ആഴ്ചയിൽ 2-3 തവണ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ തവണ ചെയ്താൽ നിങ്ങളുടെ ചുണ്ട് ഡാമേജ് ആയേക്കാം. പിന്നെ നിങ്ങളുടെ പല്ല് ഭംഗിയുള്ളതാക്കി വെക്കണം. നിങ്ങളുടെ പല്ലിന് മഞ്ഞ നിറമുണ്ടെങ്കിൽ അത് മാറ്റാനായി നിങ്ങളുടെ ടൂത്ത് പേസ്റ്റ് ബ്രഷിൽ എടുത്ത ശേഷം അതിൽ നാരങ്ങ നീരും ബേക്കിംഗ് സോഡയും ചേർത്ത് പല്ലിൽ തേക്കുക. ഇങ്ങനെ ആഴ്ചയിൽ 2-3 തവണ ചെയ്താൽ പല്ലിൻ്റെ വെളുപ്പ് കൂടാൻ തുടങ്ങും. ഈ 5 ടിപ്സ് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം കൂടുതൽ ഭംഗിയുള്ളതും അട്രാക്റ്റീവും ആക്കി മാറ്റാൻ കഴിയും.